ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഇന്നലെ തോട്ടിൽ ഉടക്കുവലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 2 പ്രാവശ്യം പോയി നോക്കി. ഇപ്പോൾ മീൻ കുറച്ച് കുടുങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ അത് എടുക്കാൻ പോവാണ്. രാത്രി ഇട്ടതാണ് നമ്മൾ ഇന്നലെ രാത്രി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ നമ്മുടെ പിലോപ്പീനെ പിടിച്ച സ്ഥലം. വളരെ മനോഹരമായൊരു സീനറിയാണ്. പഴയ വീടൊക്കെ ഉണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ സ്ഥിരം വലയിടുന്ന സ്ഥലം. ഇതേ നമ്മുടെ വീട് ആ ഭാഗത്തായിട്ടാണ്, ആ കാണുന്ന ഭാഗത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. നമുക്ക് എന്തായെന്ന് നോക്കാം. കുറേ പെട്ടിട്ടുണ്ടാകണം. നോക്കട്ടെ. എൻ്റെ മുന്നേ എന്താണ് ഗർത്തോ? ഓ, ഇതിൽ കൂടി ഇറങ്ങി പോകണോ അല്ലേ? എന്താ രസം. ഇതല്ല കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്. തെളിഞ്ഞ വെള്ളം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉടക്കുവല. ഒരു വലയിൽ ഇട്ടിട്ടുള്ളൂ. ഇത് അവിടെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഇതിട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് ഭ്രാന്താണെന്ന്. ഇത് മീനെ ഓടിച്ചിട്ട് വലയിലേക്ക് കയറ്റുന്ന ഒരു സീനാണ് കാണുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും മീനെല്ലാം ഓടിയിട്ട് വല കിടക്കുന്ന ഭാഗത്തേക്ക് വരും. അങ്ങനെ വലയിൽ കുടുങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ അവിടെ ഇറങ്ങോ? അവിടെ നിന്ന് ഇറങ്ങോ? ഇതാ നമ്മുടെ ബഡ്ഡീസ് ഇറങ്ങാൻ പോവുകയാണ്. 2 പേരുണ്ട്. ഇറങ്ങിയിട്ട് മീനെടുക്കണോ അല്ലേ? വലിച്ചെടുക്കാൻ പോണോ? ഓ, വല്ലതും ഉണ്ടാവുന്നില്ലല്ലോ. ഒക്കെ പോയാ ഇവിടെ ഒന്നും കാണില്ലല്ലോ. പിലോപ്പിയാണോ? ഇതഴിക്കട്ടെ. അത് അവിടുത്തെ വല്ലതും ഉണ്ടോ അവിടെ? ആയില്ല സാ. ഇവിടെ ഇങ്ങോട്ടാണ്ടൊക്കെ തെറിച്ച് പോയി. ഇതേ കിടക്കുന്നു നമ്മുടെ മീൻ. ചത്തയാണോ? കൊന്നതാണോ? ചത്തതാണോ? ഇതേ കിടക്കുന്നു. നമുക്ക് നമ്മുടെ അപ്പുറത്തെ ഭാഗത്ത് നോക്കിയിട്ട് വരാം. പിടക്കുന്ന പിലോപ്പീസ്. എവിടെ ഞണ്ട്? ഇത് ഞണ്ട് കുടുങ്ങിയിട്ടുണ്ട്. സൂം ചെയ്ത് കാണിച്ചു. അതെ, നമുക്കൊരു ഞണ്ടിൻ്റെ കാല് വിറ്റിട്ടുണ്ട്. കാല് പാവനുണ്ട്. എവിടെ? അയ്യോ, വികലാംഗനായി കിടക്കണണ്ട. പിന്നെ ഇത് അവിടെ ഒരുത്തൻ പിടക്കണ്ട് കേട്ടാ. എവിടെ പിടക്കുന്ന സാധനമുണ്ട്? ഇതിന് അങ്ങാട്ടിടാം. അതുകൊണ്ട് ഉണ്ടോ?
നല്ല പിടക്കലാണ് അവിടെ കിടന്നത്. നമുക്കൊരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കാലിങ്ങോട്ട് ഒടിച്ചെടുക്കുകയാണ്. ഓ, എന്താ പിടക്കുന്ന മീൻ. ചാകരയാണ്, ചാകര. അവിടെ കാലിനെ കാണുന്നില്ല. ആ, കിട്ടി കിട്ടി കിട്ടി, കാല് കിട്ടി. കണ്ട ഞണ്ടിൻ്റെ കാല് കണ്ട. ചുമ്മാ എന്നാ ഞണ്ടിൻ്റെ കാല്. വേറൊരു കാലം കൂടി ഉണ്ടായിരുന്നല്ലോ അതിനകത്ത്. വാവ്, അടുത്തത്. വലിയ കാലാണല്ല. കൈവച്ച് കൊടുക്കപ്പോ അറിയാം കടിക്കും. തീർന്നാ? ഞാൻ എടുത്തില്ല. അവിടെ ഉണ്ട് ഇഷ്ടംമാര് വെട്ടിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വികലാംഗൻ ഇവിടെ ഉണ്ട്. ഇനി ഇറുക്കുന്ന കാലൊക്കെ പോയി. ഓടുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഓട്ടത്തിനൊരു കുറവില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ വലയിലത്തെ മീനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല അഴിച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കെട്ടാൻ പോകുന്നതാണ്. അപ്പോൾ അവിടെ ഒരുപാട് മീൻ ഉണ്ടെന്നാണ് ഒരു നിഗമനം. അപ്പോൾ അതുകൊണ്ട് അല്പം നീക്കിയിട്ട് കെട്ടാൻ പോകുന്നതാണ്. അപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേര സമയത്ത് വന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ബാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ നിന്ന് കിട്ടിയ പിലോപ്പീനെയും ഞണ്ടിനെക്കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത വീഡിയോയിലുണ്ടാകും. അപ്പോൾ വീഡിയോ ലഭിക്കുന്നതിനായിട്ട് തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് പുതിയ വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രചോദനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും അഥവാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കൊരു അടിപൊളി ഹണ്ടിങ്ങുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ തുടർന്ന് കാണുക. ടാറ്റാ, ബൈ.